ശ്വാസകോശ സംബന്ധമായ രോഗവുമായി ചികിത്സയിൽ കഴിയുന്ന അമരമ്പലം 5-ാം മൈൽ സ്വദേശി ചക്കിങ്ങൽ തൊടിക ജയമോഹിനിയുടെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിന് കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിനായി അമരമ്പലം പഞ്ചായത്തിൽ വാർത്താസമ്മേളനം നടത്തി. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലെ 5-ാം മൈൽ താമസിക്കുന്ന ജയമോഹിനി ILD എന്ന രോഗം, അതായത് ശ്വാസകോശം ചുരുങ്ങുന്ന രോഗം ബാധിച്ച് 8 വർഷത്തോളം ചികിത്സയിലാണ്. കോഴിക്കോട്, അതുപോലെ തിരുവനന്തപുരം ഒക്കെ ചികിത്സയിലായിരുന്നു. എന്നാൽ അത് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ശ്വാസകോശം ചുരുങ്ങി ഏകദേശം 10% അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ ശ്വാസകോശം മാറ്റി വെച്ചാലുള്ളൂ ഈ ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഇതിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 80 ലക്ഷം രൂപയോളം ഇതിന്റെ ചികിത്സക്ക് ആവശ്യമാണ് എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചുള്ളത്. ഹൈദരാബാദിലെ ഒരു ഹോസ്പിറ്റലാണ് ഇതിന്റെ ചികിത്സ നടക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു ഭീമമായ സംഖ്യ സ്വരൂപിക്കാൻ ഞമ്മക്കോ അതിന്റെ ജയമോഹിനിയുടെ കുടുംബത്തിന് സാധിക്കില്ല. ജയമോഹിനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ 5-ാം മൈലിൽ താമസിക്കുന്ന വാടക വീട്ടിലാണ് ജയമോഹിനി വർഷങ്ങളായി താമസിക്കുന്നത്. അപ്പോൾ 2 പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികളാണ്. വേറെ ആരും ആശ്രയത്തിന് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് 80 ലക്ഷത്തോളം രൂപ നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ശേഖരിക്കാൻ കഴിയില്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കിയിട്ട് ഫിറോസ് കുന്നുംപറമ്പിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ഒരുപാട് മികവ് തെളിയിച്ച ആളാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. അങ്ങനെ ഫിറോസ് കുന്നുംപറമ്പിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു, കമ്മിറ്റി ഞങ്ങൾ ബന്ധപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിറോസ് കുന്നുംപറമ്പിൽ ഈ വരുന്ന 20-ാം തീയതി നാളെ അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ജയമോഹിനിയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഫിറോസ് കുന്നുംപറമ്പിൽ വരുന്നത്. അപ്പൊ ഇത് എനിക്ക് നിങ്ങളോട് നമ്മുടെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ എല്ലാവരും ഫിറോസ് കുന്നുംപറമ്പിൽ വരുമ്പോ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ ദൗത്യത്തിൽ പങ്കാളിയാകണം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി, പൊതുപ്രവർത്തകർ, സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ എല്ലാ മേഖലയിൽ ഉള്ള ആളുകളും ഇതിൽ പങ്കാളിയാകണം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഇത് നിർബന്ധമാണ്. ഇത് അത്രയും പ്രയാസത്തിലാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ആ ജയമോഹിനിയുടെ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ +1 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ ഒരു കുട്ടിയാണ് ജയമോഹിനിയുടെ മകൾ. ആ കുട്ടി ഇന്ന് ഈ തള്ളനെ നോക്കി അമ്മനെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കണ്ണു നിറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കമ്മിറ്റി രൂപീകരിച്ച് ഫിറോസ് കുന്നുംപറമ്പിലേക്ക് ഇത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട്. ഏതാണെങ്കിലും ഫിറോസ് കുന്നുംപറമ്പിൽ ഏറ്റെടുക്കുകയാണെങ്കിലും നമ്മളിത് ജനങ്ങൾ എല്ലാവരും സഹിക്കാൻ, നമുക്കറിയാം എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 8ഓളം രോഗികളുടെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം രോഗങ്ങൾ വർദ്ധിച്ചു ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടുകാരോട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ മുഴുവൻ ആളുകൾ, നാട്ടിലെ മുഴുവൻ എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലയിലുള്ള ആളുകളും, പ്രത്യേകിച്ച് ക്ലബ് ഭാരവാഹികൾ, ഓട്ടോ തൊഴിലാളികൾ, എല്ലാ മേഖലയിലുള്ള ആളുകളും അവിടെ എത്തണം. എത്തിയിട്ട് നമുക്ക് അതുപോലെ കഴിയുന്ന സഹായം ഫിറോസ് കുന്നുംപറമ്പിലൊക്കെ നേരിട്ട് സഹായിക്കാൻ കഴിയുന്നവർക്ക്, സംഘടനകൾക്ക്, മത നേതാക്കൾക്ക്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക്, ക്ലബ് ഭാരവാഹികൾക്ക്, കുടുംബശ്രീ, ഹരിതകർമ്മസേനന്റെ ആളുകൾ വരെ അന്ന് പൈസ കൈമാറാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ ബാങ്ക് മാനേജർമാര് ഒക്കെ തയ്യാറായി, സ്കൂൾ അധ്യാപകര്, വിദ്യാർത്ഥികൾ ഒക്കെ അന്ന് തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളിയാകും എന്നാണ് എനിക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. എല്ലാവരും സഹകരിക്കും. സുഹൃത്തുക്കളെ, അമരമ്പലം പഞ്ചായത്തിലെ 5-ാം മൈലിൽ താമസിക്കുന്ന ജയമോഹിനി 42 വയസ്സേ ആയിട്ടുള്ളൂ. ജയമോഹിനി ശ്വാസകോശം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയാണ്. 80 ലക്ഷത്തോളം രൂപയാണ് അതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 2 പറക്കമുറ്റാത്ത മക്കളും അതിസാധാരണക്കാരിയായ കുടുംബത്തിൽ ജനിച്ച ഈ ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അമരമ്പലത്ത് മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ടൊരു വലിയ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഫിറോസ് കുന്നുംപറമ്പിൽ നാളെ 20-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പൂക്കോട്ടുംപാടം ഹൈസ്കൂളിൽ വരികയാണ്. നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട്, ഞാനും കൂടെ ഉണ്ടാവും, നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട്
ഈ ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ ഒരു വലിയ യത്നത്തിൽ നമുക്കെല്ലാവർക്കും കൈകോർക്കേണ്ടതുണ്ട്. എല്ലാവരും പങ്കാളികളാവേണ്ടതുണ്ട്. എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുകൂടി വിനീതമായി അപേക്ഷിക്കുക. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, വാർഡ് മെമ്പർ വിഷ്ണു, ചികിത്സാ കമ്മിറ്റി അംഗങ്ങളായ മോഡേൺ റാഫി, കെമ്പിൽ രവി, അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവർ സംബന്ധിച്ചു. 71 ന്യൂസ് പൂക്കോട്ടുംപാടം.